എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ ഓരോ നക്ഷത്രക്കാർക്കും ഓരോ പ്രത്യേക സ്വഭാവ ഗുണങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാകും. ഇതിൽ ഒരു നക്ഷത്രം മോശമാണെന്നോ അല്ലെങ്കിൽ ഒരു നക്ഷത്രം ശ്രേഷ്ഠമാണെന്നോ പറയാനാകില്ല. ഒരു വ്യക്തി ജനിച്ച സമയവും തീയതിയും, ആ വ്യക്തിക്ക് ലഭിച്ച മാതാപിതാക്കൾ, അവന് കിട്ടിയ ഗുരു, അതുപോലെ അവൻ വളർന്നു വന്ന സാഹചര്യം, ഇതെല്ലാമാണ് ഒരു വ്യക്തിയുടെ ഭാവി നിർണയിക്കുക, അല്ലെ? ഇതിൽ ഏതെങ്കിലും ഒന്നിനെ നോക്കിയുള്ള പ്രവചനം 100% ആകില്ല. ഈ അധ്യായത്തിൽ പ്രേമവും നക്ഷത്രവും, അതായത് പങ്കാളിയെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്നവർ, കപട സ്നേഹം കാണിക്കുന്നവർ, സ്നേഹത്തെ പുറത്തു കാണിക്കാത്തവർ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രേമമെന്നത് എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു വികാരമാണല്ലോ. ചിലരത് കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നു, ചിലരതിൽ ജീവിതത്തിൽ കൂടുതൽ മൂല്യം കൊടുക്കാറില്ല, അല്ലേ? എല്ലാവരും അവരുടെ പങ്കാളിയെ സ്നേഹിക്കുന്നുണ്ടാകാം. ഇതെല്ലാം ഓരോ സാഹചര്യങ്ങൾ അനുസരിച്ചുമായിരിക്കും. അല്ലാതെ 24 മണിക്കൂറും സ്നേഹപ്രകടനം നടത്തുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ആരെങ്കിലും സ്നേഹം പ്രദർശിപ്പിക്കുന്നു എങ്കിൽ അവർ സംശയത്തിന്റെ നിഴലിലും ആയിരിക്കും. ആരാണ് കൂടുതൽ സ്നേഹിക്കുന്നതെന്നോ, ആരാണ് കള്ള സ്നേഹം കാണിക്കുന്നതെന്നോ, ആർക്കാണ് ഉള്ളിൽ സ്നേഹമുള്ളതെന്നോ, ആരാണ് കഠിന ഹൃദയൻ എന്നതെന്നോ പ്രെഡിക്റ്റ് ചെയ്യാൻ ഇന്നത്തെ കാലത്ത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നക്ഷത്രങ്ങളുടെ പൊതു സ്വഭാവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒന്ന് അനുമാനിക്കാനാകും, അത്ര തന്നെ. അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്നത് 100% ശരിയാണെന്ന് പറയുന്നില്ല. ഇത് ആദ്യമേ പറയുകയാണ്. എന്നിരുന്നാലും ഏകദേശം 70 മുതൽ 90% വരെ ശരിയായിരിക്കും. ആദ്യം, ഒരിക്കൽ വെറുത്താൽ പിന്നീട് അനുനയിപ്പിക്കാൻ പ്രയാസമുള്ള നക്ഷത്രക്കാർ ആരൊക്കെയെന്ന് നോക്കാം. ഒരുപാട് സ്നേഹം വാരിക്കോരി കൊടുക്കുന്നവരായിരിക്കും ഈ നക്ഷത്രക്കാർ. എന്നാൽ ഇവരുടെ മനസ്സിനെ അഗാധമായ മുറിവ് ഏൽപ്പിച്ചാൽ പിന്നീട് ഇവരിൽ നിന്നും ആ പഴയ സ്നേഹം ലഭിക്കുകയില്ല. കഴിവതും ഇവർ തെറ്റുകളെ ക്ഷമിക്കാനേ ശ്രമിക്കുകയുള്ളൂ. സ്നേഹിച്ചാൽ ഇവർ ജീവൻ തന്നെ വേണമെങ്കിലും എടുത്തു തരും. എന്നാൽ ഇവർ ഒരിക്കൽ പിണങ്ങിയാൽ പിന്നീട് എത്ര പ്രലോഭനങ്ങൾ ഉണ്ടായാലും പിന്നീട് അവർക്ക് പഴയതുപോലെ സ്നേഹിക്കാൻ കഴിയുകയില്ല. അവർ ആരൊക്കെയെന്ന് നോക്കാം. 1. അശ്വതി നക്ഷത്രം, 2. ഭരണി നക്ഷത്രം, 3. കാർത്തിക നക്ഷത്രം, 4. രോഹിണി നക്ഷത്രം, 5. മകയിരം നക്ഷത്രം, 6. തിരുവാതിര നക്ഷത്രം, 7. പൂയം നക്ഷത്രം, 8. അവിട്ടം നക്ഷത്രം, 9. രേവതി നക്ഷത്രം. ഈ 9 നക്ഷത്രക്കാരാണ് അവർ. ഇനി അടുത്തത് സ്നേഹം തിരിച്ചു കിട്ടാത്ത നക്ഷത്രക്കാർ. ചിലരുണ്ട്, അവർ എത്ര ആത്മാർത്ഥമായി സ്നേഹിച്ചാലും അവർക്ക് ആ സ്നേഹം തിരിച്ചു ലഭിക്കില്ല. ഇവർക്ക് സ്നേഹത്തിന് പകരം ചിലപ്പോൾ സങ്കടങ്ങൾ മാത്രമേ തിരിച്ചു ലഭിക്കുകയുള്ളൂ. അത് മാത്രമല്ല, മനസ്സിനെ വേദനിപ്പിക്കുന്ന കുത്തുവാക്കുകളും ഇവർക്ക് ലഭിച്ചേക്കാം. അവർ ആരൊക്കെയെന്ന് നോക്കാം. 1. ഭരണി നക്ഷത്രം, 2. ആയില്യം നക്ഷത്രം, 3. പൂരം നക്ഷത്രം, 4. ചിത്തിര, 5. ചോതി നക്ഷത്രം, 6. വിശാഖം നക്ഷത്രം, 7. തിരുവോണം നക്ഷത്രം, 8. ഉത്രട്ടാതി നക്ഷത്രം. ഈ 8 നക്ഷത്രക്കാരാണ് അവർ. ഇനി അടുത്തത് ഉള്ളിലെ പ്രേമത്തെ തുറന്നു പറയാതെ പിന്നീട് പശ്ചാത്തപിക്കുന്നവർ ആരൊക്കെയെന്ന് നോക്കാം. ചിലരുണ്ട്, നമുക്കറിയാം, മനസ്സിനുള്ള സ്നേഹത്തെ തുറന്നു പറയാൻ മടിക്കുന്നവർ. ഒന്നുകിൽ ഭയം കാരണമാകാം, അല്ലെങ്കിൽ നാണം കാരണമാകാം. ആ സന്ദർഭം കയ്യിൽ നിന്ന് പോയാൽ പിന്നീട് വിഷമിക്കുകയും ചെയ്യും. ഇത് ഏതൊക്കെ നക്ഷത്രക്കാരാണെന്ന് നോക്കാം. 1. അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രക്കാരിലും ചിലർ ഇങ്ങനെയാണ്. 2. മകം നക്ഷത്രക്കാർ, 3 വിശാഖം നക്ഷത്രക്കാർ,
4 മൂല നക്ഷത്രക്കാർ, 5 പൂരാട നക്ഷത്രക്കാർ, 6 അവിട്ട നക്ഷത്രക്കാർ, 7 പൂരിരുട്ടാതി നക്ഷത്രക്കാർ, 8 രേവതി നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാർ അവരുടെ മനസ്സിൽ വരുന്ന പ്രേമത്തെ തുറന്നു പറയാൻ മടിക്കും. അടുത്തത് ആത്മാർത്ഥ സ്നേഹം ഒരാളോട് മാത്രം കാണിക്കുന്ന നക്ഷത്രക്കാരുണ്ട്. ചിലരെ നമുക്കറിയാം, ഒരാളോട് മാത്രം ജീവിതാവസാനം വരെ പ്രണയം വച്ചു പുലർത്തുന്നവർ, അല്ലെ? സ്വന്തം കുടുംബത്തോട് ആത്മാർത്ഥത വെച്ച് പുലർത്തുന്നവരായിരിക്കും ഇവർ. പെട്ടെന്ന് വികാരങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്നവരും ആണ് ഇക്കൂട്ടർ. ഇവരിൽ മിക്കവാറും പേർക്കും പലരോടും പ്രണയം തോന്നുകയില്ല. എല്ലാവരും അങ്ങനെയല്ല എന്നല്ല പറഞ്ഞത്. ഒരാളോട് മാത്രം പ്രണയം തോന്നുന്ന നക്ഷത്രക്കാർ ആരാണെന്ന് നോക്കാം. ഒന്നാമത്തേത് തിരുവാതിര നക്ഷത്രം, രണ്ടാമത്തേത് പുണർദം, മൂന്നാമത്തേത് ഉത്രം നക്ഷത്രം, നാലാമത്തേത് ചിത്തിര നക്ഷത്രം, അഞ്ചാമത്തേത് അനിഴം നക്ഷത്രം, ആറാമത്തേത് അവിട്ടം നക്ഷത്രം. ഈ 6 നക്ഷത്രക്കാർ മിക്കവാറും പേരും ജീവിത അവസാനം വരെ ഒരാളെ മാത്രം പ്രണയിക്കുന്നവരായിരിക്കും. അടുത്തത് സ്ത്രീകളെ ആകർഷിക്കുന്ന നക്ഷത്രക്കാർ. ഇനി പറയാൻ പോകുന്ന 7 നക്ഷത്രക്കാരെ സ്ത്രീകൾ വേഗം ഇഷ്ടപ്പെടാൻ തുടങ്ങും. കാരണം ഇവർക്ക് സ്ത്രീകളോട് അറിഞ്ഞ് ഇടപെടാനാവുന്നു. ഈ ഇഷ്ടം പ്രണയം തന്നെ ആകണമെന്നില്ല. ഇവരോട് സ്ത്രീകൾ വേഗം അടുപ്പത്തിലാകും. ഒന്നാമത്തെ നക്ഷത്രം അശ്വതി, രണ്ടാമത്തേത് കാർത്തിക, മൂന്നാമത്തേത് രോഹിണി, നാലാമത്തേത് ആയില്യം, അഞ്ചാമത്തേത് അനിഴം, ആറാമത്തേത് തിരുവോണം, ഏഴാമത്തേത് രേവതി എന്നീ നക്ഷത്രക്കാരാണ് സ്ത്രീകളെ വേഗം ആകർഷിക്കുന്നത്. ഇനി അടുത്തത് പുരുഷന്മാരെ ആകർഷിച്ചു നിർത്തുന്ന സ്ത്രീകൾ ഏതൊക്കെയെന്ന് നോക്കാം. ആകർഷണം എന്നത് പലർക്കും പല രീതിയിലായിരിക്കും, അല്ലെ? ചിലർക്ക് ചിരിയാകാം, ചിലർക്ക് സംസാര രീതിയും പെരുമാറ്റവുമാകാം, ചിലർക്ക് സൗന്ദര്യമാകാം, ചിലർക്ക് ശരീരഘടന. ഏത് രീതിയിലും ഒരാളിലേക്ക് ആകർഷിക്കപ്പെടാം. ചിലർ തന്നെ ആകർഷിക്കുവാനായി പ്രത്യേകമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലാതെയും മറ്റുള്ളവർ ആകർഷിക്കപ്പെടാറുണ്ട്. അതായത് ആകർഷിക്കുന്ന തരത്തിൽ വസ്ത്രധാരണം, ആകർഷിക്കുന്ന തരത്തിൽ സൗന്ദര്യ വസ്തുക്കളുടെ പ്രയോഗം, ചിരി, സംസാരം, അതായത് അഭിനയമൊന്നും ചിലർക്ക് പ്രത്യേകം ചെയ്യേണ്ടതായി വരില്ല. ചില സ്ത്രീ നക്ഷത്രങ്ങൾ ഏതൊരു പുരുഷനെയും ആകർഷിക്കുന്നവരാണ്. അവർ ഏതൊക്കെയെന്ന് നോക്കാം. ഒന്നാമത്തേത് അശ്വതി നക്ഷത്രം, രണ്ടാമത്തേത് കാർത്തിക നക്ഷത്രം, മൂന്നാമത്തെ നക്ഷത്രം രോഹിണി, നാലാമത്തേത് പുണർദ നക്ഷത്രം, അഞ്ചാമത്തേത് ആയില്യം, ആറാമത്തെ നക്ഷത്രം അത്തം, ഏഴാമത്തേത് ചോതി നക്ഷത്രം, എട്ടാമത്തേത് തൃക്കേട്ട നക്ഷത്രം. ഈ 8 നക്ഷത്രക്കാരികളും പുരുഷന്മാരെ തൻ്റെ ആകർഷണ വലയത്തിൽ കൊണ്ടുവരും. ഇനി അടുത്തത് ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിവുള്ള സ്ത്രീ നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. സ്ത്രീകൾ പൊതുവെ കാരുണ്യ ഹൃദയമുള്ളവരാണ്, അല്ലെ? പുരുഷന്മാരെ താരതമ്യപ്പെടുത്തിയാൽ സ്ത്രീകൾക്ക് ദയ, സ്നേഹം, ആത്മാർത്ഥത എന്നിവ വേണ്ടുവോളം ഉള്ളവരാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് ഇത് തിരിച്ചറിയുക വളരെ പ്രയാസമാണ് എന്നതും സത്യമാണ്. കൊടുക്കുന്ന സ്നേഹത്തെ 10 മടങ്ങ് ആത്മാർത്ഥമായി തിരികെ തരുന്ന സ്ത്രീ നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. മറ്റുള്ളവർ അങ്ങനെയല്ല എന്ന് ധരിക്കരുത്. ഒന്നാമത്തെ നക്ഷത്രം അശ്വതി, രണ്ടാമത്തേത് പൂയം, മൂന്നാമത്തെ നക്ഷത്രം മകം, നാലാമത്തെ നക്ഷത്രം ഉത്രാടം, അഞ്ചാമത്തേത് തിരുവോണം, ആറാമത്തെ നക്ഷത്രം രേവതി. ഈ 6 നക്ഷത്രക്കാരികളാണ് അവർ. അടുത്തത് സ്നേഹത്തെക്കാളും പണത്തിന് പ്രാധാന്യം നൽകുന്ന നക്ഷത്രക്കാർ ആരൊക്കെയെന്ന് നോക്കാം. അതെ, ഈ നക്ഷത്രക്കാർക്ക് പണത്തെക്കാളും വലുതായിരിക്കില്ല മറ്റൊന്നും. അതുകൊണ്ട് തന്നെ ഇവർ പ്രണയത്തെക്കാളും പണത്തിന് പ്രാധാന്യം നൽകുന്നു. ഏത് ബന്ധമായാലും ഇക്കൂട്ടർ നോക്കുന്നത് സാമ്പത്തികമായിരിക്കും. അതില്ല എങ്കിലും, അതുപോലെ ഇവർ ആഗ്രഹിച്ചത് ഇവർക്ക് ലഭിച്ചില്ല എങ്കിലും ഇവർക്ക് അപ്രിയം ഉണ്ടാകുന്നു. അതുപോലെ ഇവരിൽ ചിലർ പുതിയ പങ്കാളിയെ തേടിപ്പോകാൻ പോലും മടിക്കില്ല. അവർ ആരൊക്കെയെന്ന് നോക്കാം. ഒന്നാമത്തെ നക്ഷത്രം അത്തം നക്ഷത്രം, രണ്ടാമത്തേത് ചിത്തിര, മൂന്നാമത്തെ നക്ഷത്രം വിശാഖം, നാലാമത്തേത്
തൃക്കേട്ട. 5-ാമത്തെ നക്ഷത്രം മൂലം. 6-ാമത്തെ നക്ഷത്രം പൂരാടം. ഈ നക്ഷത്രക്കാരാണ് ഇവർ. ഒരിക്കൽ കൂടി പറയുകയാണ്, നക്ഷത്രങ്ങളുടെ പൊതുവായ സ്വഭാവങ്ങളെ വിലയിരുത്തിയാണ് ഇതെല്ലാം പറഞ്ഞത്. 100% ശരിയായിരിക്കണമെന്നില്ല. പ്രിയരെ, ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. നിങ്ങളുടെ ഇഷ്ടദേവന്റെ പേര് കമന്റ് ബോക്സിൽ ഒന്ന് എഴുതുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന, ഉപാസന, മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരന്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.